നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ചാലക്കുടി മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാനെത്തിയ 25 നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ളവരെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. ധ്യാന കേന്ദ്രത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന ആരംഭിച്ചു. മുൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ TK ചാത്തുണ്ണി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ക്യാൻസർ രോഗബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്ന് 8 മണിയോടെയായിരുന്നു അന്ത്യം. ഫുട്ബോൾ കളിക്കാരനായും പരിശീലകനായും അരനൂറ്റാണ്ടിലേറെ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു. കാട്ടാന ആക്രമണത്തിൽ ലോറിയുടെ ചില്ല് തകർന്നു. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെ ഷോളയാർ പെൻസ്റ്റോക്കിന് സമീപമാണ് സംഭവം. ഡ്രൈവർ വാഹനത്തിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെട്ടു. ഏതാനും ദിവസങ്ങളായി വനപാതയിൽ കാട്ടാന ശല്യമുണ്ട്. കൊടകരയിൽ ബൈക്കിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് പാഞ്ഞു കയറി. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരനായ ഒരാൾക്കും ബൈക്ക് യാത്രക്കാരനുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പണിക്കശ്ശേരി ഫൈനാൻസ് എന്ന ധനകാര്യ സ്ഥാപനം വഴി ജനങ്ങളിൽ നിന്നും സ്വർണം പണയം വാങ്ങി പണയം വെച്ച സ്വർണം തിരികെ കൊടുക്കാതെ ആളുകളെ കബളിപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. എറിയാട് മഞ്ഞളി പണിക്കശ്ശേരി വീട്ടിൽ നാസറാണ് പിടിയിലായത്. സഭാ തർക്കത്തിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി. സർക്കാർ യാക്കോബായ വിഭാഗത്തെ പ്രീണിപ്പിക്കുകയാണെന്ന് കോടതി വിമർശിച്ചു. 6 പള്ളികളിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാത്തതിനെതിരെ ഓർത്തഡോക്സ് പക്ഷം സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിലാണ് വിമർശനം. സംസ്ഥാനത്ത് നിന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ശക്തമായ മഴ കണക്കിലെടുത്ത് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. എറണാകുളം മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ ഇടത് സ്ഥാനാർത്ഥി KJ ഷൈനെതിരെ പാർട്ടിയിൽ രൂക്ഷ വിമർശനം. മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ കൂടിയപ്പോഴാണ് സ്ഥാനാർത്ഥിക്കെതിരെ പരാതികൾ ഉയർന്നത്. എതിർ സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്ന് KJ ഷൈൻ ശബ്ദ സന്ദേശം അയച്ചതായും ആരോപണമുണ്ട്. ശ്രീനാരായണപുരം MES ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയാവകാശം എന്ന പേരിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള പുരസ്കാര വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മാളയിൽ യൂണിക് മേക്ക് ഓവർ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. മാള സൊക്രോസ സ്കൂളിന് സമീപം ചെലക്കുളം ടവറിലാണ് യൂണിക് മേക്ക് ഓവർ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചത്. സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു നിർവഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.